നിങ്ങൾക്ക് അന്നനാളത്തിൽ അൾസർ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന ഈ ഭാഗമാണ് അന്നനാളം. ഈ അന്നനാളത്തിൽ അൾസർ ഉണ്ടെങ്കിൽ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് വയറിൽ അൾസർ വരുന്നതിനെ കുറിച്ച് അറിയാം, കുടലിൽ അൾസർ വരുന്നതിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ വായ്പുണ്ണായിട്ട് വരുന്നത് അറിയാം. അന്നനാളത്തിൽ അൾസർ വരുന്നതിനെ കുറിച്ച് പലർക്കും അറിവുള്ളതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അൾസറുകൾ ഉണ്ടെങ്കിൽ അവിടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്നാമതായിട്ടുള്ളത് വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലാണ്. നെഞ്ചരിച്ചിൽ എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള നെഞ്ചരിച്ചിലല്ല, അസഹനീയമായ രീതിയിലുള്ള നെഞ്ചരിച്ചിലും നെഞ്ചിന് ഭയങ്കര കുത്തുന്ന പോലെയുള്ള വേദനകളും, ചിലപ്പോൾ അത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതുപോലെ തന്നെ എരിഞ്ഞിങ്ങനെ ഇറങ്ങുന്ന പോലെ അനുഭവപ്പെടുക, കുത്തുന്ന വേദന വരിക, ചിലപ്പോൾ നമ്മൾ ചോര ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കഫം പോലെ കയറി വന്ന് അതിനകത്ത് ചോരയുടെ അംശം കാണുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ തൊണ്ടയിൽ എന്തോ വന്നിരിക്കുന്നത് പോലെ തോന്നുക. പലപ്പോഴും ഗ്യാസ് അമിതമായിട്ട് വരുമ്പോഴും നമുക്ക് ഇതുപോലെ തൊണ്ടയിൽ എന്തെങ്കിലും വന്നിരിക്കുന്നത് പോലെ തോന്നാം. അതല്ല ഞാൻ ഈ പറയുന്നത്. ആ തൊണ്ടയിൽ വന്നിരിക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും, ഭക്ഷണം കഴിക്കുന്നത് ഇറക്കാൻ പോലും ബുദ്ധിമുട്ട് വരിക. അതിൻ്റെ ഒപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അന്നനാളത്തിൽ അൾസർ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് അന്നനാളത്തിൽ എന്തെങ്കിലും അൾസറോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ നോക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള അന്നനാളത്തിൽ അൾസറുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും നെഞ്ചരിച്ചിൽ, തൊണ്ടവേദനയൊക്കെ ആയിട്ട് അതിനെ അവഗണിക്കാറുണ്ട്. അങ്ങനെ കാര്യം ചെയ്യരുത്. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ അൾസർ അവിടെ നിന്നിട്ട് നമുക്ക് അതിൻ്റെ രോഗത്തിൻ്റെ തീവ്രത കൂടാനും അതുവഴി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്.